വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് ചർച്ച നടന്ന സമയത്ത് നമ്മളെല്ലാവരും കരുതിയിരുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ അയവ് വരും എന്ന് തന്നെയാണ്. അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന ആ ഒരു സമയം ഉണ്ടാകുമ്പോൾ പോലും ഭീകരമായ ആക്രമണം തന്നെ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉക്രൈൻ്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. ആ ദിവസം ഉക്രൈൻ ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അഥവാ റഷ്യയുടെ ആണവ ഫാക്ടറികൾക്ക് നേരെയും ഊർജ പ്ലാന്റുകൾക്ക് നേരെയും വളരെ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ ഉക്രൈൻ നടത്തി. എന്നാൽ ആ ആക്രമണം നടത്തിയത് മാത്രമേ ഉക്രൈൻ ഓർമ്മയുള്ളൂ. അതേ നാണയത്തിൽ റഷ്യ തിരിച്ചടി നൽകി എന്ന് മാത്രമല്ല, ആ തിരിച്ചടി അത്രമേൽ ഭീകരവുമായിരുന്നു എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉക്രൈനും റഷ്യയും പിടിച്ചു വച്ചിരുന്ന ഇരു രാജ്യങ്ങളിലെയും 146 സൈനികരെ വീതം ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറി എന്നത് മാത്രമാണ് ഈ വ്ളാഡിമിർ പുടിനും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഏക ഫലം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ കൈമാറ്റം നടക്കുന്ന സമയത്തും റഷ്യയുടെ 8ഓളം സൈനികരെ ഉക്രൈൻ പിടിച്ചു എന്ന വാർത്ത റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ റഷ്യയുടെയും ഉക്രൈൻ്റെയും അതിർത്തി പ്രദേശത്ത് അവിടെ നിന്നാണ് ഈ 8 സൈനികരെ ഇപ്പോൾ ഉക്രൈൻ പിടിച്ചത് എന്ന് റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് റഷ്യ അതിശക്തമായ ആക്രമണം തന്നെ പിന്നീട് ഉക്രൈനിൽ, നമ്മൾ ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അവിടെ നിന്നുള്ള സൈറ്റുകൾ പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അവർക്ക് ഉക്രൈന് മേലെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. അതേസമയം അമേരിക്കൻ ആയുധങ്ങൾ റഷ്യക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഉക്രൈൻ ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പുമായി പെൻറ്റഗണും രംഗത്ത് വന്നു എന്നതാണ്. ഇക്കാര്യം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഉക്രൈനെ അമേരിക്ക പൂർണ്ണമായും കൈയൊഴുകുകയാണെന്ന സ്ഥിതി നിലവിൽ വന്നിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രമുഖരായ ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരും നാറ്റോ സെക്രട്ടറിയും യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ട്രംപുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലും സെലൻസ്കിക്കൊത്ത നടപടികളെ ട്രംപിന് ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിലും പുടിനുമായുള്ള സൗഹൃദവും ചായ്വും ചർച്ചയ്ക്ക് ശേഷവും ട്രംപ് തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക നൽകിയ ആയുധങ്ങൾ റഷ്യക്കെതിരെ പ്രയോഗിക്കരുത് എന്ന ശക്തമായൊരു നിർദ്ദേശം ഉക്രൈന് ഇപ്പോൾ അമേരിക്ക നൽകുന്നത്. ഇതോടെ ഉക്രൈൻ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം റഷ്യൻ ആണവ പ്ലാന്റിന് നേരെ നടന്ന ഫാക്ടറിക്ക് നേരെ നടന്ന ആക്രമണത്തിന് തിരിച്ചടിയായി റഷ്യ വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ ഇനിയൊരു ചർച്ച എപ്പോഴുണ്ടാകുമെന്നും വ്യക്തമല്ല. സെലൻസ്കിയുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തില്ല എന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവ് വ്യക്തമാക്കുക കൂടി ചെയ്തതോടെ കാര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ട്രംപ് പറഞ്ഞത് അടുത്ത കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയും വ്ളാഡിമിർ പുടിനും ഒന്നിച്ചിരിക്കും എന്നായിരുന്നു. എന്നാൽ സെലൻസ്കിയുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന റഷ്യൻ നിലപാടോടെ വിഷയത്തിൽ റഷ്യൻ താൽപ്പര്യങ്ങൾക്ക് തന്നെ മേൽക്കൈ എന്ന സൂചനകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഇവിടെ പരുങ്ങലിലായിരിക്കുന്നത് ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. ട്രംപ് അധികാരത്തിലിരിക്കുമ്പോൾ ഉക്രൈൻ നാറ്റോ പ്രവേശനം സാധ്യമാവില്ലെന്ന് ഉറപ്പായ ഘട്ടത്തിൽ പ്രത്യേക സുരക്ഷാ സേനയെ എന്ന നിർദ്ദേശം തൽക്കാലം റഷ്യയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയാകും അമേരിക്ക ചെയ്യുക. ഈ ഡിമാൻഡ് റഷ്യ അംഗീകരിക്കണമെങ്കിൽ റഷ്യ മുന്നോട്ട് വെക്കുന്നത് ഉക്രൈൻ്റെ 20% ഭൂമിയാണ്. ഇതാണെങ്കിൽ ഉക്രൈൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ മുന്നോട്ട് വരികയുമില്ല. ഇത് ഉക്രൈനെ കൊണ്ട് സമ്മതിപ്പിക്കണമെങ്കിൽ സമ്മർദ്ദം തന്നെയാണ് ഏക വഴിയെന്ന് അമേരിക്കക്ക് മനസ്സിലായിട്ടുണ്ടാകണം. ആ സമ്മർദ്ദം അമേരിക്ക തുടരുക സെലൻസ്കിയുടെ രാജിയിലേക്ക് നയിച്ചുകൊണ്ടായിരിക്കും. ഉക്രൈനിൽ പൊതു തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം ഏറ്റവും അടുത്ത ഘട്ടത്തിൽ അമേരിക്ക മുന്നോട്ട് വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വ്ളാഡിമിർ സെലൻസ്കിയുടെ കാലം 2 വർഷം മുൻപ് തന്നെ കഴിഞ്ഞതാണ്. എന്നാൽ യുദ്ധ പശ്ചാത്തലത്തിൽ പൊതു തിരഞ്ഞെടുപ്പ് പാടില്ല എന്നതാണ് ഉക്രൈനിലെ ചട്ടം. അതുകൊണ്ട് തന്നെ സെലൻസ്കിയുടെ രാജിയാവും യുദ്ധം നിൽക്കണമെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടം. ഒന്നുകിൽ പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ യുദ്ധം രൂക്ഷമാകും. ഏതായാലും മേൽക്കൈ റഷ്യക്ക് തന്നെയാണ്.